ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കാർസ് 360. ഇനി ഞാൻ വന്നിരിക്കുന്നത് റെനോൾട്ടിൻ്റെ ഏറ്റവും പുതിയ കൈഗറുമായിട്ടാണ്. 6 ലക്ഷം മുതൽ 11 ലക്ഷം വരെ എക്സ്ഷോറൂം വില വരുന്ന കൈഗറിന് 21 വേരിയൻറ്റുകളായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എഞ്ചിനിലേക്ക് വരുമ്പോൾ 2 എഞ്ചിനുകളാണുള്ളത്. 1000 cc 3 സിലിണ്ടർ ടർബോ എഞ്ചിന് 99 HP പവറും 160 Nm ടോർക്കുമാണ്. മറ്റേ എഞ്ചിന് 1000 cc 3 സിലിണ്ടർ തന്നെയാണ് ഉള്ളത്. 71 bhp പവറും 96 Nm ടോർക്കുമാണ് ഇതിനുള്ളത്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ കിഡിൻ്റെ ഫ്രണ്ടുമായി സാദൃശ്യം തോന്നിക്കുന്ന ഫ്രണ്ടാണ് കൈഗറിന് വന്നിട്ടുള്ളത്. LED ആണ് DRലും ഹെഡ്ലൈറ്റും ഉള്ളത്. പിന്നെ ഫോഗ് ലൈറ്റ് കൈഗറിന് അവൈലബിൾ അല്ല. പിന്നെ താഴെയായി ചെറിയ സ്കഫ് പ്ലേറ്റും കൈഗറിനുണ്ട്. പിന്നെ 2 DRലും നടുവിലായി വലിയ റെനോൾട്ടിൻ്റെ ലോഗോയും ക്രമീകരിച്ചിട്ടുള്ളത് വളരെ ഭംഗിയായിട്ട് തന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. സൈഡിലേക്ക് വരുമ്പോൾ വലിയ വീലാർച്ചും അതിനുള്ളിൽ 16 ഇഞ്ചിൻ്റെ അലോയ് വീൽസും കാണാം. അത്യാവശ്യം ചെറിയ വിൻഡോ ആണ് റിയർ ഡോറിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റിയർ സീറ്റിൽ യാത്ര ചെയ്യുന്നവർക്ക് പുറത്തേക്കുള്ള വിസിബിലിറ്റി കുറവാകാൻ നല്ല സാധ്യതയുണ്ട് എന്നത് വലിയൊരു പോരായ്മയായി തോന്നി. പിന്നെ റൈറ്റ് സൈഡിലാണ് ഫ്യൂൽ ലിഡ് ക്രമീകരിച്ചിട്ടുള്ളത്. റിയറിലേക്ക് വരുമ്പോൾ ഹൈലൈറ്റ് ആയിട്ടുള്ളത് LED ടൈൽ ലൈറ്റും പിന്നെ വലിയ സ്കഫ് പ്ലേറ്റും ആണ്. കാരണം ചെത്തിയെടുത്തതുപോലുള്ള ടൈൽ ലൈറ്റ് വളരെ സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. പിന്നെ സ്കഫ് പ്ലേറ്റിലാണ് നമ്പർ പ്ലേറ്റ് ഉള്ളത്. സ്കഫ് പ്ലേറ്റിന് ചുറ്റിലും ബ്ലാക്ക് എലമെൻസും കൈഗറിൻ്റെ ബാക്ക് സൈഡിനെ വളരെ പ്രീമിയം ഫിനിഷ് ഉള്ളതാക്കി തീർക്കുന്നു. പിന്നെ ലംബോർഗിനി ഉറൂസിൻ്റേതെന്ന് തോന്നിക്കുന്ന സ്പോയിലറും അതിന് താഴെ ഡീഫോഗറും വൈപ്പറും ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ റൂഫിലേക്ക് വരുമ്പോൾ റൂഫ് റെയിൽസും ഷാർക്ക് ഫിൻ ആൻറ്റിനയും കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എക്സ്റ്റീരിയറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ വളരെ ആകർഷകമായ ബ്ലാക്ക് ഫിനിഷിനാണ് എല്ലാം വരുന്നത്. പിന്നെ സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പോൾ 2 വശങ്ങളിലായി കുറേ കൺട്രോൾസും നടുവിലായി ഹോണും റെനോൾട്ടിൻ്റെ ലോഗോയും ക്രമീകരിച്ചിട്ടുണ്ട്. അതിന് പിന്നിലായി ഫുൾ ഡിജിറ്റലായിട്ടുള്ള വലിയ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും ഉണ്ട്. ശരിക്കും ഒരു ലക്ഷറി ഫീൽ തരുന്ന ഇൻറ്റീരിയർ തന്നെയാണ് കൈഗറിന് റെനോൾട്ട് നൽകിയിട്ടുള്ളത്. പിന്നെ ഡാഷ്ബോർഡിൻ്റെ ഒത്ത നടുവിലായി ഡാഷ്ബോർഡിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന തരത്തിൽ 8 ഇഞ്ചിൻ്റെ വലിയ ടച്ച് സ്ക്രീനും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള AC വെൻറ്റും കാണാം. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, വയർലെസ് ചാർജർ, 6 സ്പീക്കറിൻ്റെ അതിമനോഹരമായ മ്യൂസിക് സിസ്റ്റം, ക്രൂയിസ് കൺട്രോൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എന്നിങ്ങനെയുള്ള എല്ലാതരം ഫീച്ചേഴ്സും കൈഗറിൽ അവൈലബിൾ ആണെന്നത് വലിയൊരു കാര്യം തന്നെയാണ്. റിയർ സീറ്റിലേക്ക് വരുമ്പോൾ എടുത്തു പറയാനുള്ളത് 10 ലക്ഷത്തിന് വാങ്ങുന്ന കാറിന് വേണ്ട അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, ഹാൻഡ് റെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡർ, റിയർ AC വെൻ്റ് എന്നിങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഒത്തിണങ്ങുന്ന ഒരു വണ്ടി തന്നെയാണ് കൈഗർ എന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ 60-40 സ്പ്ലിറ്റ് സീറ്റ്സാണ് ഇതിനുള്ളത്. 405 ലിറ്റർ ബൂട്ട് സ്പേസും കൈഗറിന് വരുന്നുണ്ട് എന്നത് വലിയൊരു കാര്യമായി തോന്നി. കൈഗറിനെ പറ്റി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും വളരെ ലക്ഷറി ആയതിനാൽ തന്നെ ആരും കൈഗറെ കണ്ടാൽ ഒന്ന് നോക്കിപ്പോകും എന്ന തരത്തിലാണ് ലുക്ക് വന്നിട്ടുള്ളത്. ഇത് വളരെ നല്ല ഫാമിലി കാർ തന്നെയാണെന്നതിൽ സംശയമില്ല. കൈഗർ എടുക്കുമ്പോൾ ടർബോ എഞ്ചിൻ എടുക്കാൻ നോക്കുക. കാരണം സാധാ എഞ്ചിനേക്കാളും പെർഫോമൻസ് ടർബോ കാഴ്ചവെക്കും. കാരണം മറ്റേ എഞ്ചിനേക്കാളും ടർബോയ്ക്ക് പവറും ടോർക്കും കൂടുതലാണ്. അപ്പോൾ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺഡ്.